വിവോ ഐക്യു ഉപയോക്താക്കളെ ലക്ഷ്യമിട്ട് സൈബർ തട്ടിപ്പെന്ന് പോലീസ്. ഒറിജിനൽ OS അപ്ഡേറ്റ് എന്ന വ്യാജേന അയക്കുന്ന സന്ദേശങ്ങൾ വഴി മൊബൈൽ ഫോണുകളിൽ മാൽവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ഉപഭോക്താക്കളുടെ ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തുന്നതായാണ് ഈ തട്ടിപ്പിന്റെ രീതി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനിടെ അടിയന്തരമായി സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുക എന്ന തരത്തിലുള്ള പോപ്പപ്പ് സന്ദേശങ്ങൾ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും. ഇതിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഔദ്യോഗിക അപ്ഡേറ്റിന് പകരം മാൽവെയർ അടങ്ങിയ APK ഫയലുകൾ ഡൗൺലോഡ് ആവുകയാണ് ചെയ്യുന്നത്. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ഫോണിൻ്റെ നിയന്ത്രണം തട്ടിപ്പുകാർക്ക് ലഭിക്കുകയും അങ്ങനെ ഈ ഫോണിലെ വിവരങ്ങൾ എല്ലാം തന്നെ ചോർത്തുകയും ചെയ്യുന്നു എന്നതാണ്. ഇപ്പോൾ ടെക്നോ ജേർണലിസ്റ്റ് സയ്യിദ് ഷിയാസ് മിർസയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ സയ്യിദ് ഷിയാസ് മിർസ, പലതരത്തിലുള്ള തട്ടിപ്പുകൾ അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് മെസ്സേജുകൾ ആയി നമ്മുടെ ഫോണിലേക്ക് വിവരങ്ങൾ വരികയും ആ മെസ്സേജിൽ ലിങ്ക് ഓപ്പൺ ചെയ്യുക, അത് ചിലപ്പോൾ മെസ്സേജ് അല്ലെങ്കിൽ വാട്സപ്പ് പോലെയുള്ള ആ പ്ലാറ്റ്ഫോമിലാണ് കണ്ടിട്ടുള്ളത്. എങ്കിൽ ഇത് ഫോണിൻ്റെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുക എന്ന നിലയിൽ പോപ്പപ്പ് വരികയും അതൊരു പുതുമയുള്ള തട്ടിപ്പാണോ അതെയോ ഇത്തരം തട്ടിപ്പുകൾ നേരത്തെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഈ തട്ടിപ്പുകളുടെ രീതികൾ ഓരോ ദിവസം കഴിയുന്തോറും മാറി മാറി വരികയാണ്. കാര്യം ഏത് രീതിയിൽ തട്ടിപ്പ് നടത്താമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ മേഖലയിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം സ്മാർട്ടായിട്ടുള്ള ഡിവൈസുകളാണ്. അപ്പോൾ ഇതിനകത്ത് ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ രണ്ട് രീതിയിലുണ്ട്, അപ്ഡേറ്റ് ഉണ്ട്. അപ്ഡേറ്റിൻ്റെ കേസിലാകുമ്പോൾ വരുമ്പോൾ ബഗ്ഗുകൾ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സെക്യൂരിറ്റി വൾണറബിലിറ്റീസ്, ഈ വൾണറബിലിറ്റീസിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അതിന് പാച്ചസ് എന്ന് പറയും. ഇതൊക്കെയാണ്. അതോടൊപ്പം ഈ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള ചെറിയ സോഫ്റ്റ്വെയറിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് നോർമലി അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് ഈ മൊബൈലിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ഓഫ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് സിസ്റ്റം അപ്ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒറിജിൻ OS 6 ആൻഡ്രോയിഡ് 16 ബേസ്ഡ് ആയിട്ടുള്ള ഒറിജിൻ OS 6 അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ലോഗ് നോക്കിയാൽ നമുക്കറിയാം ഇതിപ്പോൾ മാർച്ച് 2026 പാച്ചസ് ആണ് ഇതിനകത്ത് റിസീവ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ക്യാമറയെ അതിൻ്റെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്റ്റിമൈസേഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമുക്കിതിനകത്ത് ഈ അപ്ഡേറ്റ് അല്ലെങ്കിൽ അപ്ഗ്രേഡേഷൻ നമുക്ക് ഓഫ് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്മാർട്ട് അപ്ഗ്രേഡാണ്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേഷൻ വരുമ്പോൾ അത് അപ്ഡേറ്റഡ് ആവുന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ച് നമുക്ക് ഓഫ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ നമുക്ക് ഡിസേബിൾ ചെയ്യാം. പക്ഷേ താങ്കൾ ഈ പറയുന്നിടത്ത് ഒരു സംശയമുണ്ടാകുന്നത്, അത് ഡിസേബിൾ ചെയ്താൽ ഒരു പക്ഷേ നമ്മുടെ ഫോണുകൾ കാലാകാലങ്ങളിൽ സ്വയം അപ്ഡേറ്റ് ചെയ്യപ്പെടാറുണ്ടല്ലോ, അപ്പോൾ അതില്ലാതെ പോകില്ലേ? അങ്ങനെ ഒരു തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ശരി, അതായത് നിലവിലുള്ള നിർദ്ദേശപ്രകാരം നമുക്ക് ഇങ്ങനെ ചെയ്യാം. അത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ. മറിച്ച് അപ്പം ഇത് തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഇല്ലാതാക്കുകയല്ല, മറിച്ച് ഇതിനകത്ത് നമ്മളുടെ നിർദ്ദേശാനുസരണം അല്ലെങ്കിൽ നമുക്കൊരു പ്രോംപ്റ്റ് കിട്ടുകയും ആ പ്രോംപ്റ്റ് ബേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ അപ്ഡേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തലാക്കുക എന്നുള്ളതല്ല. കാര്യം നിലവിലൊരു സാഹചര്യത്തിൽ നമ്മൾ ഇത്തരത്തിലൊരു മുൻകരുതൽ സ്വീകരിക്കുന്നു എന്നുള്ളത് മാത്രമാണുള്ളത്. കാര്യം നിലവിൽ ഇങ്ങനെ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് അതിന് ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം IFOC മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രാലയ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഈ ഒരു ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സൈബർ ക്രൈം കോർഡിനേഷൻ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയ ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പിൻ്റെ ഒരു സാധ്യത ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് വരുന്നത് സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാലും നമ്മോട് ചോദിക്കും അപ്ഡേറ്റ് അവൈലബിൾ ആണ്, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ചോദിക്കും. അതിനനുസരിച്ച് നമുക്ക് ആ പ്രോംപ്റ്റ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ APK അല്ലെങ്കിൽ ആൻഡ്രോയിഡ് പാക്കേജ് കിറ്റ് വഴി നമ്മൾ അപ്ഡേറ്റ്സുകൾ അല്ല അപ്ഗ്രേഡുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ വരികയാണെങ്കിൽ അതിനെ അവഗണിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഏറ്റവും തീർച്ചയായും. ഒപ്പം ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പോൾ ഏത് കമ്പനിയും ആകട്ടെ അവർ ഈ ഫോൺ വിപണിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഒട്ടേറെ സുരക്ഷാ ഫീച്ചേഴ്സ് ഒക്കെ നോക്കും. അതിനുശേഷം നമ്മുടെ ഫോണുകൾ പലപ്പോഴും കാലാകാലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇതിപ്പോൾ ഏതൊരു കമ്പനിയുടെ ഫോണാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും ഇത്തരം അപകട സാധ്യതകൾ ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായിട്ടും ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മെസ്സേജസിൻ്റെ തരം അനുസരിച്ചാണ്. കാര്യം വാട്സപ്പിൽ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ലുലു മോളിൽ എന്താണ് ഫ്രീ ആയിട്ട് സാധനങ്ങൾ കൊടുക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ നമുക്ക് എന്താണ് സൗജന്യമായിട്ട് യാത്ര ചെയ്യാനുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ ഒരു ജുവല്ലറിയുടെ പിന്നെ വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യമായി അല്ലെങ്കിൽ എന്താണ് നിശ്ചിത ഡിസ്കൗണ്ടിൽ പിന്നെ എന്താണ് ആഭരണങ്ങൾ നൽകുന്നു തുടങ്ങിയ മെസ്സേജസ് നമ്മുടെ പലപ്പോഴും ഇപ്പോഴും ആളുകൾ അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എത്ര പറഞ്ഞാലും ആളുകൾക്ക് ഇതിനെപ്പറ്റിയുള്ളൊരു അവയർനെസ് പല മേഖലകളിലും കിട്ടുന്നില്ല എന്നുള്ളതാണ് കാര്യം. വീണ്ടും വീണ്ടും ഇത്തരം മെസ്സേജുകൾ നമ്മുടെ പിന്നെ വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ളതിലേക്കൊക്കെ വരുന്നത് സൗജന്യങ്ങളോടുള്ള ഒരു ആസക്തിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആസക്തി മുതലെടുത്തുകൊണ്ട് ഫിഷിംഗ് ആണ്. കാര്യം ഇത്തരത്തിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള പിന്നെ എന്താണ് നമ്മുടെ കോൺടാക്റ്റുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചോർത്തപ്പെടാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഫിഷിംഗ് എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ അത് ചൂണ്ടയിട്ട് നമ്മൾ മീൻ പിടിക്കുന്നതിന് മറ്റൊരു രൂപമാണ്. അതിൻ്റെ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട് എങ്കിൽ തന്നെയും അതുപോലെ തന്നെയാണ്. അതായത് ആളുകൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള വിവരങ്ങൾ എങ്ങനെ ചോർത്തിയെടുക്കാം, അതിന് നമ്മളെ ഒരു വൾണറബിലിറ്റി നമ്മുടെ സൈഡിൽ നിന്ന് ഒരു വിൻഡോ തുറക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഹാക്കർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു ഡേറ്റ സ്വകാര്യത നമ്മളായിട്ട് തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ അത് അടിയറവ് വയ്ക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ളൊരു കോംപ്രമൈസ് അവിടെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഡിജിറ്റൽ ഹൈജീൻ നമ്മൾ തീർച്ചയായിട്ടും പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധ്യതകളാണ് ഇവർ കണ്ടെത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ തീർച്ചയായും താങ്കൾ ഈ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ നിതിൻ എന്നൊരു വിദ്യാർത്ഥിയുടെ മരണം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അവിടെ ഒരു ലോൺ ആപ്പാണ്. ആ ലോൺ എടുക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കോണ്ടാക്റ്റുകൾ അവർക്ക് ലഭിക്കുന്നു. അവിടെ ചിലപ്പോൾ നമ്മൾ റെഫറൻസായി നൽകേണ്ടതില്ല. അവർക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വിളിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ബന്ധുക്കളെ, ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട് എന്നതാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു സംശയം, ഇപ്പോൾ ഈ ഒരു മൊബൈൽ സേവന ദാതാക്കൾ, അതായത് സിം ദാതാക്കളുടെ പരസ്യത്തിൽ പറയുന്നത്, ആ പരസ്യത്തിൻ്റെ കണ്ടന്റ് തന്നെ ഇങ്ങനെയാണ്. അതായത് ഒരു ബാങ്കിൽ നിന്ന് നിങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഈ പണം അടയ്ക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ. പക്ഷേ നിങ്ങൾ ഇന്ന കണക്ഷനാണ് എടുക്കുന്നതെങ്കിൽ അത്തരം മെസ്സേജുകൾ സ്വയം തടയപ്പെടും എന്ന തരത്തിലൊക്കെയുള്ള ചില പരസ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സിം ഉപയോഗിച്ചാലും ഏത് കണക്ഷൻ ഉപയോഗിച്ചാലും ഒക്കെ ഇത് തടയാൻ സാധിക്കില്ല എന്നാണോ? അല്ല, അങ്ങനെയല്ല. കണക്ഷനുമായി ബന്ധപ്പെട്ടല്ല. സ്പാമിംഗ് എന്ന് പറയുന്നത് ഇത് താങ്കൾ സംസാരിക്കുന്ന സ്പാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഇപ്പോൾ കണക്ഷൻ ഇപ്പോൾ നോർമലി ഇപ്പം നമുക്കിപ്പം പല ആപ്പുകൾ, തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള സ്പാമേഴ്സ് തടയാൻ സാധിക്കും. ഇപ്പം നിലവിൽ അപ്പം ഈ ഒരു സർവീസ് പ്രൊവൈഡേഴ്സിന് തന്നെ ഈ സ്പാമേഴ്സിനെ നിയന്ത്രിക്കാനുള്ള, അല്ലെങ്കിൽ സ്പാമേഴ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവരുടെ മെസ്സേജസും കോളുകളൊക്കെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യാനുള്ള സംവിധാനം പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് ജിയോ ഉൾപ്പെടെയുള്ള സേവനദാതാക്കൾ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ കുറച്ച് വിജിലൻ്റ് ആവുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അവെയർ ആവുക. കാര്യം ഒരു മെസ്സേജ് വന്നാൽ അതിൻ്റെ ഒരു ആധികാരികത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കാര്യം. ഫാക്ട് ചെക്കിംഗ് സംവിധാനങ്ങളൊക്കെ സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ഫാക്ട് ചെക്കിംഗ് സംവിധാനങ്ങൾക്ക് നിലവിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ തന്നെയുള്ള സംവിധാനങ്ങൾ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. കാര്യം ഇത് വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആ ഫസ്റ്റ് റിസൾട്ടിൽ തന്നെ ആ ഒരു അത്തരത്തിലുള്ള അത് സ്പാമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എന്താ പറയുന്നത് തെറ്റായൊരു വിവരമാണ് നൽകുന്നതെങ്കിൽ അത് നമുക്ക് ലഭിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ആ ഒരു സാധ്യത ആരും ഉപയോഗിക്കുന്നത്, നേരെ കാണുന്ന ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുകയും അവിടുന്ന് അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പലപ്പോഴും പക്ഷേ അത് ആ ലിങ്കുകൾ വരുന്നത് ഒരു നമ്പറിനെ ബേസ് ചെയ്താണല്ലോ. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ഒരു ഫോൺ നമ്പറിലേക്ക് ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള വാട്സപ്പ് കണക്ഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിലേക്കാണല്ലോ. പക്ഷേ ഇത് അതിൽ നിന്നൊരു വ്യത്യസ്തമാണോ, അതെയോ ഈ കണക്ഷനിലേക്ക് ആ രീതിയിൽ തന്നെയാണോ ഇപ്പോഴത്തെ ഈ അപ്ഡേറ്റ് ചെയ്യുക എന്ന തരത്തിലുള്ള മെസ്സേജ് എന്ന രീതിയിൽ വന്നാണോ ഈ തട്ടിപ്പ്? തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് നമുക്കൊരു ഡിജിറ്റൽ ഹൈജീൻ ഇല്ലാത്തൊരു സാഹചര്യം. കാര്യം നമ്മൾ നോക്കുന്ന വെബ്സൈറ്റുകൾ, അതായത് ഇപ്പോൾ പോൺ സൈറ്റുകളുള്ള പോലെയുള്ള സൈറ്റുകളൊക്കെ ഇന്ത്യയിൽ നിരോധിതമാണ്. അപ്പോൾ ഈ സൈറ്റുകളിലേക്ക് നമ്മൾ VPN പോലുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലൊക്കെ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ആ സൈറ്റിൻ്റെ പ്രൊവൈഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ നമ്മുടെ ഫോൺ ആക്സസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒരു വൾണറബിലിറ്റീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിലുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് തെറ്റായ വിവരങ്ങൾ നൽകാനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. അപ്പോൾ ഈ സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്താതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിജിറ്റൽ ഹൈജീൻ, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഈ ഒരു തെറ്റായ രീതിയിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു അന്തരീക്ഷം നമ്മൾ സ്വയം സംജാതമാക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക, നമ്മൾ കുറച്ച് വിജിലൻ്റ് ആവുക, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, കാര്യങ്ങളെ മനസ്സിലാക്കുക, അതിനെ ആ രീതിയിൽ സമീപിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു സുരക്ഷ. തീർച്ചയായും. ഒരു പക്ഷേ ഈ വിജിലൻ്റ് ആവുക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നവരിൽ അങ്ങനെ ഒരു ടെക്നിക്കൽ നോളജ് അധികമുള്ള ആളുകളാകണമെന്നില്ല. ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും 1-2 ഫോണുകൾ ഉണ്ടാകുന്ന സാഹചര്യമാണ്. നമ്മുടെ വീട്ടമ്മമാർ, പ്രായമായവർ, കുട്ടികൾക്ക് പോലും മൊബൈൽ ഫോണുകൾ ഇങ്ങനെ കളിക്കാൻ കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഒരു
വലിയ വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ അതല്ല എങ്കിൽ വിദ്യാഭ്യാസമുണ്ടെങ്കിലും ടെക്നിക്കൽ പരിജ്ഞാനം ഇല്ലാത്ത ആളുകൾ പൊതുവെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാഥമികമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി നമുക്ക് എടുത്തുചാട്ടം കൂടുതലാണ്. കാര്യം എന്തെങ്കിലും സൗജന്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൗജന്യം കിട്ടുവാണെങ്കിൽ അതിലേക്ക് പെട്ടെന്ന് ആകർഷകരാകുന്ന ഒരു രീതിയാണ് മലയാളികൾക്കുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക. കാര്യം വിദ്യാഭ്യാസമില്ലാതെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഈ സാധ്യതകളെ പറ്റിയൊക്കെ അറിവില്ലാത്തവർ ചുറ്റുപാടും ഉള്ള ആളുകളോട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുട്ടികളോട് കുടുംബങ്ങളോടൊക്കെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ് ഇത് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം. വളരെയധികം നന്ദി ഇത്രയും വിവരങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന്. സയ്യിദ് ഷിയാസ് മിർസ, ടെക്നോ ജേർണലിസ്റ്റ് ആണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. പ്രത്യേകിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ ഓരോ കാലഘട്ടത്തിലും ഈ തട്ടിപ്പിൻ്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ ഇപ്പോൾ ഈ പോലീസ് ഈ തട്ടിപ്പിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോഴേക്കും നിരവധിയായ ആളുകൾ ആ തട്ടിപ്പിന് ഇരകളായി കഴിഞ്ഞിട്ടുണ്ടാകും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ജാഗ്രത എന്നത് നമ്മുടെ ഡിജിറ്റൽ ലോകത്തും അനിവാര്യമാണ്. നമ്മളൊക്കെ മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇക്കാര്യം സംസാരിക്കുമ്പോൾ പോലും നിരവധിയായ ഡേറ്റകൾ, വിവരങ്ങൾ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പറ്റുന്നത് ഇതേ മൊബൈൽ ഫോണിലൂടെ തന്നെയാണ്. അത് പക്ഷേ ആവശ്യത്തിന് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ അനാവശ്യങ്ങളിലേക്ക് നമ്മൾ കടക്കാതിരിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ എന്തൊരു ഉൽപ്പന്നത്തിനും സേവനത്തിനും നല്ല വശങ്ങളും ചീത്തവശങ്ങളും ഉണ്ടാകും. നല്ലതിനെ ഉൾക്കൊള്ളുക, ചീത്തവശത്തെ നമ്മൾ പൂർണ്ണമായും തള്ളിക്കളയുക. വളരെയധികം നന്ദി ശ്രീ സയ്യിദ് ഷിയാസ് മിർസ ഞങ്ങളോട് സഹകരിച്ചതിന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.